السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك وسلم عليك. റമദാനിലെ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നതും മുഅ്മിനീങ്ങളായ ആളുകൾ വളരെ പ്രതീക്ഷിച്ച് ആശയവും ആവേശവുമായി കാത്തിരിക്കുന്നതുമായ ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10. പള്ളികളിൽ വിശ്വാസികൾ വളരെയധികം ഒരുമിച്ച് കൂടുകയും കൂടുതൽ നേരം ഏത്തിക്കാഫിനും ഖുർആൻ പാരായണത്തിനും സുന്നത്ത് നിസ്കാരങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദിനങ്ങളിലായിരുന്നു. പഴയ കാലങ്ങളിലൊക്കെ സ്ത്രീകളും ഈ ദിനങ്ങളെ വളരെ സൂക്ഷ്മതയോടെ കൂടിയാണ് അനുഷ്ഠിച്ചിരുന്നത്. ആത്മീയത ആസ്വാദനമായി മാറാത്ത കാലം, ആത്മീയത വെറും അനുഭൂതിയായി മാറാത്ത കാലം, ആത്മീയത മനസ്സിൽ തട്ടി മനസ്സ് പരിവർത്തനം ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആത്മീയത മനസ്സിൽ തട്ടുന്നില്ലെങ്കിലും ആസ്വാദനമായി മാറുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് ഇന്ന് കഥയാകെ മാറി മറിഞ്ഞിരിക്കുന്നു. റമദാൻ ആദ്യം മുതൽ പള്ളികളിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിരുന്നു. സജീവമായിരുന്ന ചെറുപ്പക്കാരും മധ്യവയസ്കരുമെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ മാലാക്കന്മാർ പ്രത്യേക ബറ്റാലിയനായി ഇറങ്ങി വന്ന് അവൻ്റെ അടിമകളെ നിരീക്ഷിക്കുകയും അവൻ്റെ അടിമകളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അവൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ അടിമകൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യം അവരോടുകൂടെ അള്ളാഹുവിനോട് മലക്കുകൾ പറയുകയും ചെയ്യുന്ന നല്ല ദിവസങ്ങൾ, നല്ല രാത്രികൾ, നല്ല പകലുകൾ, നല്ല മണിക്കൂറുകൾ. ഈ സമയത്ത് ആരാധനയ്ക്കായി കൂടുതൽ സമയം നീക്കി വെക്കേണ്ടതിന് പകരം പെരുന്നാളിൻ്റെ പ്രൗഢി കൂട്ടുവാനുള്ള അലച്ചിലാണ്, ആവേശത്തിലാണ്, ആഘോഷത്തിലാണ് ഒരു കൂട്ടം ആളുകൾ വ്യാപൃതരാകുന്നത്. അതിലും കഷ്ടമാണ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ കാര്യം. നേരം വെളുത്താൽ മോടിയിൽ അണിഞ്ഞൊരുങ്ങി ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. നമ്മുടെ പെങ്ങന്മാർ ഖുർആൻ ഓതി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉപയോഗിക്കേണ്ട സമയം അവർ ചെലവഴിക്കുന്നത് പൊതുനിരത്തിലെയും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെയും അലച്ചിലിനു വേണ്ടിയാണ്. യാതൊരു നാണവും മാനവുമില്ലാതെ ആധുനിക മോഡലുകളെ വെല്ലുന്ന വേഷവിധാനങ്ങളോടെ ശരീരത്തിൻ്റെ നിമ്നോന്നതകൾ പുറത്ത് കാട്ടിയുള്ള ഈ ഷോപ്പിംഗ് ഇസ്ലാമിലെ എത്രാമത്തെ ഫർളാണാവോ? പരിശുദ്ധ റമദാൻ ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാം ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാം പുതുവസ്ത്രം അണിയണം എന്ന് പറഞ്ഞു. ഇസ്ലാം സ്ത്രീകളുടെ ശരീരത്തിൻ്റെ തൊലി പുറത്ത് കാണാത്ത, ശരീരത്തിൻ്റെ ഒടിവും തുടിപ്പും പുറത്തു കാണാത്ത വസ്ത്രമണിയാനാണ് ഇസ്ലാം കൽപ്പിച്ചത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? സകല സ്ഥലങ്ങളിലും സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. സ്ത്രീകൾ മാത്രം, അതും പുരുഷന്മാർ കൂടെയില്ലാതെ പൊതുസ്ഥലങ്ങളിൽ അലയുന്നത് എത്ര വിരോധാഭാസമാണ്. നമുക്കറിയാം, അന്യ സമുദായക്കാർ പോലും പുരുഷന്മാരുടെ കൂടെയല്ലാതെ പുറത്തിറങ്ങാറില്ലാത്ത കാലത്താണ് നമ്മുടെ സഹോദരിമാരുടെ ലജ്ജാവഹമായ ഈ അഴിഞ്ഞാട്ടം. ഇസ്ലാമിലെ സ്ത്രീക്ക് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജിന് പോകണമെങ്കിൽ പോലും മഹ്റം നിർബന്ധമാണ്, പുരുഷൻ നിർബന്ധമാണ്. എന്നിട്ടാണ് പരിശുദ്ധ റമദാനിലെ പവിത്രമായ ദിവസങ്ങൾ, പവിത്രമായ പുണ്യമായ ദിവസങ്ങൾ, പരിശുദ്ധ റമദാനിലെ അവസാന ഘട്ടത്തിലെ ആ സുന്ദരമായ ദിവസങ്ങൾ
നാം രംഗപ്രവേശനം ചെയ്ത് പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ മിനിറ്റുകളെ, സെക്കൻഡുകളെ, മണിക്കൂറുകളെ, ദിവസങ്ങളെ മലീമസമാക്കപ്പെടുത്തുകയാണ്. ഈ തോന്യാസങ്ങളെല്ലാം പെരുന്നാളിൻ്റെ പേരിൽ നടത്തുന്നത് റമദാനിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ സഹോദരിമാരുടെ വേഷമൊന്ന് ശ്രദ്ധിക്കൂ. പരപുരുഷന്മാരെ ആകർഷിക്കും വിധം വസ്ത്രധാരണം നടത്തിക്കൊണ്ടും പെർഫ്യൂം പൂശിക്കൊണ്ടും കടക്കണ്ണെറിഞ്ഞും കൊഞ്ചിക്കൊഴിഞ്ഞുമാണോ അവൾ സാധാരണ പുറത്തിറങ്ങാറുള്ളത്? അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാസന പോലും അവൾ കന്യമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വലാ യജിദു റീഹഹാ ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദു റീഹഹാ. അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുക പോയിട്ട് എത്രയോ ദൂരെ നിന്ന് മുഅ്മിനീങ്ങൾക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ ആ നിർമ്മണം, ആ സ്മെല്ല്, അതുപോലും ആ പെണ്ണിന് അന്യമാണെന്ന് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏറ്റവും സെക്സിയായി വസ്ത്രം ധരിക്കുന്നതെന്ന നഗ്ന സത്യം നാം ഓർക്കുക. ഏറ്റവും അൾട്രാ മോഡൽ വസ്ത്രം ധരിക്കുന്നതും നമ്മുടെ സഹോദരിമാരാണ്. വസ്ത്രം ഔറത്ത് നടക്കാനുള്ളതാണ്. സ്ത്രീയുടെ ശരീരാവയവങ്ങൾ മുഴുവൻ അന്യപുരുഷനെ തൊട്ട് ഔറത്താണ്. പരപുരുഷനെ ആകർഷിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള വസ്ത്രധാരണവും അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിലും നാം ശ്രദ്ധിക്കണം, നരകത്തിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സഹോദരിമാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനിത് ഓർമ്മപ്പെടുത്തിയത്, നാം വസ്ത്രം വാങ്ങുമ്പോൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ നമ്മുടെ മക്കളുടെ, സ്ത്രീകളുടെ, ഭാര്യമാരുടെ, പെങ്ങന്മാരുടെ ശരീരാവയവങ്ങൾ വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കരുത് എന്ന് രക്ഷിതാക്കളോടും ഭർത്താക്കന്മാരോടും ആങ്ങളമാരോടും കൊച്ചനുജന്മാരോടും ജ്യേഷ്ഠന്മാരോടും സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് ഭക്ഷിക്കാനും നല്ലത് ധരിക്കാനും പൊരുത്തപ്പെട്ട ഭക്ഷണം, പൊരുത്തപ്പെട്ട വസ്ത്രം, പൊരുത്തപ്പെട്ട വെള്ളം കുടിച്ച് ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.